ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിന് വിരാമം. സീറ്റ് സംബന്ധിച്ച പുതിയ ഫോർമുല ലീഗ് അംഗീകരിച്ചെന്ന് യു.ഡി.എഫ് ചെയർമാൻ വി.ഡി. സതീശൻ. കെ. സുധാകരൻ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണത്തെയും കോൺഗ്രസ് നേതൃത്വം തള്ളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൂന്നാം സീറ്റിനെ ചൊല്ലി കോൺഗ്രസിലും ലീഗിലും ചുറ്റിത്തിരിഞ്ഞ പ്രതിസന്ധി നീങ്ങുന്നു. ലീഗിന് മൂന്നാം സീറ്റിലെന്ന് യു.ഡി.എഫ് ചെയർമാൻ വി.ഡി. സതീശൻ ഔദ്യോഗികമായി വിശദീകരണം പുറത്തുവിട്ടു. അടുത്ത രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകുമെന്നാണ് ഉപാധികളിലൊന്ന്. പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളിൽ ലീഗ് മത്സരിക്കും. കോൺഗ്രസ് 16 സീറ്റിലും. പുതിയ ഫോർമുല ലീഗ് അംഗീകരിച്ചെന്ന് വി.ഡി. സതീശൻ. ആ ചർച്ചകളുടെ ഭാഗമായി 16 സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും. മലപ്പുറത്തും പൊന്നാനിയിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും. ആ മൂന്നാമത്തെ സീറ്റ് നിർബന്ധിക്കേണ്ട എന്ന് യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനമെടുത്തു. അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിൽ ഒരു അറേഞ്ച്മെന്റ് കൂടി ഞങ്ങൾ ചെയ്യാം. സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടണം, അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ്. അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും. KPCC അധ്യക്ഷൻ മത്സരിക്കുമെന്ന പ്രചാരണം വെറും അഭ്യൂഹമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. AICC അധ്യക്ഷൻ KC വേണുഗോപാലിന്റെ പേര് ആലപ്പുഴയിൽ പരിഗണിക്കുന്നു എന്ന ചോദ്യത്തിന് സതീശന്റെ മറുപടിയാകട്ടെ ഇങ്ങനെയും. അത് ഞാൻ ചോദിക്കട്ടെ മോനെ, അത് ഇവിടെ പറയാമോ? ഞാൻ എന്തിനാ അനൗചിത്യം കാണിക്കുന്നു? പിണറായി യുഗത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്ത്യം കുറിക്കുമെന്നായിരുന്നു സുധാകരന്റെ വാക്കുകൾ. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പിണറായി വിജയന്റെ രക്തദാഹത്തിന് തെളിവെന്നായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. CPM ക്രിമിനലുകൾ നടത്തിയ നരനായാട്ട് പിണറായി വിജയന്റെ രക്തദാഹം അടങ്ങുന്നില്ലെന്ന് തെളിവാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കൂടുതൽ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കുമെന്നും ഇരുവരും അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് നയിക്കുന്ന സമരാഗ്നി ജാഥ ജില്ലയിൽ പ്രവേശിച്ചതിന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു നേതാക്കളുടെ പ്രതികരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.